അലക്കാനുള്ളതുകൊണ്ടാണ് ഈ കടവിൽ ഇറങ്ങിയത്. ഞാൻ മാറിത്തരാം. മോൻ കുളിച്ചു കയറിക്കോ, അതവിടെ വെച്ചേക്ക്, ഞാൻ തിരുമ്പി തരാം. അയ്യോ വേണ്ട. അതിനെന്താ, ഇങ്ങടാ മോനെ. പുലി ചാടി വീണപ്പോ ഞങ്ങളൊക്കെ പേടിച്ച് എല്ലാരും പ്രാർത്ഥിക്കായിരുന്നു, ഈശ്വരൻ രക്ഷിച്ചതാ. അതിന്റെ ആയുസ് തരിക. ഇന്നു മുതൽ ഏറുമാടം കെട്ടി ഞാൻ കാവലിരിക്കാൻ പോവാ. അല്ല, ഏയ് ഉറങ്ങാണ്. ഏയ് ഒരു 4 വെച്ചങ്ങനെ ഇരുന്നു പോയി. ആ എന്താ പാത്രത്തില്? ഇത് ചൂടുള്ള കോയിറച്ചി നേർമ പത്തിരിയ. നമ്മൾ സീനത്തിന്റെ പ്രിപ്പറേഷനാ. ഞാൻ അത്താഴം കഴിച്ചല്ലോ. നമ്മൾ സന്തോഷത്തോടെ തക്കേരിക്കും, നിങ്ങളെ ധിക്കേരിക്കരുത്. തിന്നാട്ടെ. വാറുണ്ണിയേ, എന്തേ എല്ലാരും കൂടെ? കല്യാണത്തിന് വന്നതാ? അല്ല, തന്റെ 16 അടിയന്തരത്തിന് വന്നാ. എങ്ങനെ ഇത് മണത്തറിഞ്ഞി? ഈ അമുക്കിതപ്പോ ഒന്നുകൂടി എന്തിനേം കൊണ്ട് പോന്ന്? ഞങ്ങള് വാറുണ്ണിക്ക് കൂട്ടിരിക്കാൻ വന്നാ. ഫസ്റ്റ് അത് വേണ്ടായിരുന്നല്ലോ, ഇവിടെ സ്ഥലം കുറവാ. എന്നാലേ ഞങ്ങൾ ഇത്തിരി നേരം നിലം തൊടാതെ ഇവിടെ ഇരുന്നേച്ച് അങ്ങ് പൊക്കോളാം. ഈ രാത്രി ഇങ്ങനെ ഇറങ്ങി നടന്നാ പുലി നമ്മുടെ കെണിയിൽ വീഴില്ല. പുലി നിങ്ങളെയും കൊണ്ട് പോവും. മനുഷ്യന്റെ ഇറച്ചിയാ മൂപ്പർക്ക് ടേസ്റ്റ് പിടിച്ചേക്കണേ. ചില പ്രത്യേക ജാതിക്കാരുടെ ഇറച്ചിയാണ് പുലിക്ക് ടേസ്റ്റ്. പുലിക്ക് അങ്ങനെ ജാതി മതമൊന്നും ഇല്ലടോ. ആരെ കിട്ടിയാലും ചാമ്പൂ അല്ലേ? അല്ല വക്കീലേ, ഇന്നാണ് ഞമ്മളെ ബിസിനസ് അറിഞ്ഞത്. നാളെ ഞമ്മളെ അന്നമ്മന്റെ മനസമാധാന. മനസമ്മതം ഈ അറിഞ്ഞത്? അതിന്റെ കാശീലവും കാര്യങ്ങളും നടത്തുന്ന ആരാണെന്ന് അറിയാവോ? ഇവൻ, ഈ പോക്കിരി. അച്ഛൻ പറഞ്ഞപ്പോഴില്ലേ ഞാൻ അറിഞ്ഞത്. നന്നായി മോനെ, അതിന്റെ റഹ്മത്ത് പടച്ചോമ്പരാൻ എനിക്ക് തരും. അത്രയ്ക്ക് പാവം പെൺകുട്ടി അത്. അള്ളാണ്. വാറുണ്ണി, അച്ഛനോടൊന്ന് ചോദിക്കടോ. എന്താ എന്താ വേണ്ടേ? മണി 12 കഴിഞ്ഞു. ചെക്കനെയും കൂട്ടനെയും കാണാനില്ല. അത് ഞാനെന്ത് വേണം? അങ്ങനെ പറഞ്ഞാ ഇതെങ്ങനെ പറയണം? അവര് വരില്ല. വാറുണ്ണിയുടെ വെപ്പാട്ടെ കെട്ടാൻ അവന് മനസ്സിലെന്ത്? അതാ കത്ത് കൊടുത്തു വിട്ടിരിക്കുന്നു. അച്ചോ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ആര് പറഞ്ഞു? ഒരു പാവപ്പെട്ട കുടുംബത്തെ ഇത്രയും കാലം പോറ്റിയില്ലേ? സ്വന്തം ജീവൻ വരെ കളഞ്ഞ് നാടിന് കാവൽ നിൽക്കണില്ലേ? ഇതൊക്കെ തെറ്റല്ലേടാ? ഞാൻ ചോറ് കൊടുത്ത് വളർത്തിയനാ. എന്നെ വിശ്വാസമില്ലത്രേ. ഈ ചതിക്ക് അച്ഛനും കൂട്ടുനിന്നതിൽ അവന് വിഷമമുണ്ടെന്നാ എഴുതിയിരിക്കണേ. അന്നമ്മ എന്ത് പറഞ്ഞ സമാധാനിപ്പിക്കുക? അച്ചോ, നിനക്ക് കേട്ടോ അവളെ? ഇത് നടക്കണം, നടത്തണം. അതാ നിനക്ക് സമ്മതമാണോ? മാറിന് ചീത്തയാണ് അച്ചോ. ഞാനാടാ വിട്ടി. പൊന്നിരിക്കുമ്പോ മുക്കുമണ്ടം തേടി പോയ വിട്ടി. അച്ഛൻ പറഞ്ഞ ഞാൻ എന്തും ചെയ്യും. തീ കൊണ്ട് തീ ചാടാൻ പറഞ്ഞ ഞാൻ ചാടും. പക്ഷെ അവളെ നിർബന്ധിക്കരുത് അച്ചോ. എല്ലാവരെയും മുമ്പിൽ വെച്ച് എന്നെ മോശക്കാരനാക്കിയ നാണം കളയുകയും വയ്യ. മോനെ,
നീ അറിഞ്ഞോ കാര്യം? പെട്ടെന്ന് തീരുമാനിച്ചതാ, അല്ലെങ്കിൽ നിന്നെ വിളിക്കായിരുന്നു. നീ പിണങ്ങിയിരിക്ക. നിന്റെ പിണക്കം മാറ്റാൻ എന്റെ ഒരു സൂത്രം ഉണ്ടല്ലോ. തുടരുത്. ഓ, ചൂട് കളടി പെണ്ണെ. നിങ്ങളോടാ പറഞ്ഞു തുടരുതെന്ന്. എറിവില്ലാത്ത നായ. നിങ്ങൾ ചതിയനാണ്, ദുഷ്ടനാണ്, ചീത്തയാണ്. നിങ്ങൾ എനിക്കിനി കാണണ്ട. ഈ നാട്ടിൽ നിങ്ങൾ ജീവിക്കരുത്. അവളെയും കൊണ്ട് പൊയ്ക്കോണം എന്റെ മുമ്പിൽ നിന്ന്. അല്ലെങ്കിൽ അല്ലെങ്കിൽ രാജാവിൻ പാർവൈ റാണിൻ പക്കം തന്തേടുതേ സ്വർഗം പൊന്മാലൈ മയക്കം പൊന്മാലൈ മയക്കം. രാജാവിൻ പാർവൈ റാണിൻ പക്കം തന്തേടുതേ സ്വർഗം പൊന്മാലൈ മയക്കം. രാജാവിൻ ഈ കാട്ടില് പീലിപ്പോസ് മുതലാളിയുടെ സമ്മാന. ഇത് ഇവിടെ ഇടണോ അതോ അവിടെ ഇടണോ? ഇഷ്ടമുള്ളടത്ത്. എന്നാ ഇവിടെ കിടക്കട്ടെ. ആ പിടി. എന്താടാ വാറുണ്ണി, മണിയറക്കട്ടിലാണോ? ആ, നീ ഒരു കാര്യം പറഞ്ഞോ? നമ്മുടെ കുഞ്ഞച്ഛന് പേ ഇളകി. എന്ന് ഞാൻ ഇപ്പോഴാ അറിഞ്ഞത്. ഞാൻ അങ്ങോട്ട് പോവാ. എന്നാ ഞാനും വരുന്നു. എന്റെ മോനാരുമില്ല. ആന്റോട്ടാ, ആന്റോട്ടാ, എന്നെ ആശുപത്രി കൊണ്ടു. അച്ചോ, എന്നെ രക്ഷിക്കച്ചോ. ആരെങ്കിലും ഒന്ന് ആശുപത്രി കൊണ്ടുപോ. കൊണ്ടുപോയിട്ട് ഫലമില്ല. പേ ഇളകിയ പിന്നെ മരണം ഉറപ്പാ. എന്നാലും അവന്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി മറ്റെന്തെങ്കിലും രോഗമാണെങ്കിൽ എങ്ങനെയെങ്കിലും കൊണ്ടുപോവാ. ഇതവന്റെ നഖം കൊണ്ടാ മതി, അപ്പ പകരും. ഇളകുന്ന സമയത്ത് ഒരു ബോധം ഉണ്ടാവില്ല. ഇടയ്ക്ക് ഒരു മിനിറ്റ് ബോധം ഉണ്ടാകുമ്പോഴാ ഇതൊക്കെ വിളിച്ചു പറയണത്. എന്നെ എങ്ങനെങ്കിലും രക്ഷിക്കും. എന്റെ മോൻ അപ്പനില്ലാതാവും. എന്നെ രക്ഷിക്ക്. ബത്തേരിയിൽ ഒരു നാട്ടുവൈദ്യനുണ്ട്. അവിടെ എത്തിച്ച മൂപ്പര് മരുന്ന് തരും. മരുന്ന് കൊടുക്കാൻ പറ്റിയ ആള് രക്ഷപ്പെടും. പക്ഷേ അവിടം വരെ എങ്ങനെ കൊണ്ടുപോയി രക്ഷപ്പെടുവോ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പറഞ്ഞു കേൾക്കലേ ഉണ്ടാവുള്ളൂ. അതൊക്കെ ശരി, പക്ഷെ ആര് കൊണ്ടുപോകും? ഞാൻ കൊണ്ടുപോവാ. കൊച്ചുമനാളി വണ്ടി ഇറക്ക്. നീ വെറുതെ സാഹസം ഒന്നും കാട്ടണ്ട. ഒരു മനുഷ്യനല്ലേ അച്ചോ, പകരം അങ്ങോട്ട് പകരട്ടെ. അർണി, മാപ്പ്, മാപ്പ്. സൂക്ഷിക്കണം. ഇതാ കെട്ടിക്കോ. എന്റെ നാം കൊള്ളാതെ സൂക്ഷിക്കണം. ഞാൻ കടിക്കാതെ നോക്കണേ. ഒരു തോർത്തോണ്ടാ
എത്താറായില്ലേ? ഇനി 30 കിലോമീറ്ററോട് കാണും. പേടിക്കണ്ട, ഒന്നും വരൂല്ല. നിർത്ത്. എന്തേ? തിരിച്ചു പോവാ. കുഞ്ഞച്ച, ഒക്കെ വെറുതെ ആയല്ലോ. ദൈവം ഇവന് ഇത്ര ആയുസ് കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഞങ്ങളേത് എന്റെ ശിക്ഷയാ. അടുത്ത് ചിലപ്പോ ഞാനാവും. ഒരു കാര്യത്തിൽ കുഞ്ഞച്ചൻ ആശ്വസിക്കുന്നുണ്ടാവും. ആരും തിരിഞ്ഞു നോക്കാനില്ലായിരുന്നപ്പോൾ നീയെങ്കിലും ഉണ്ടായല്ലോ. അല്ല, മണിയറക്കെട്ടില് കിനാക്കാണ്. എന്താ എനക്കൊരാലോചന? നമ്മുടെ കുഞ്ഞച്ചൻ നമ്മളെ മുകളിലൊരാളുണ്ട് മോനെ, മൂപ്പരെ മറന്ന് കളിക്കരുത്. അല്ല, നാളെ കല്യാണമായിട്ട് എനിക്ക് തോക്കും പിടിച്ച് അതിന്റെ അകത്ത് കുത്തിരിക്ക. ഇങ്ങോട്ട് ഇറങ്ങി പാടോ. ഇന്ന് പുലി ഒന്ന് അതിന് തോന്നിയോളം ചെയ്യട്ടെ. കല്യാണം നാളെയല്ലേ, അതങ്ങ് നടക്കും. പുലിയെ തോന്നിയോണം വിട്ടാ ശരിയാവൂല. അന്റെ ഒരു കാര്യം. എന്നാ ഞമ്മള് പോട്ടെ. അന്നമ്മന്റെ പെരയില് ഒന്ന് തല കാണിക്കണം കേട്ടാ. ആ ഇവിടെ ഒന്നുകൂടെ കെട്ടിയത്. പന്ത്രണ്ട് മണിയൊക്കെ കണ്ട് തീരാറായി. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇത് എവിടായിരുന്നു? നമ്മൾ തിയാപ്പളിന്റെ അടുത്തേനി. ഓപ്പളും തോക്കും പിടിച്ച ഏറുമാർത്തിനുള്ള കുത്തിരിക്കുക. ശരി ശരി ശരി. തീർച്ചയായിട്ടും ഞാൻ വീട്ടിലേക്ക് പോവാ. കൊണ്ടേക്കോളി. ഞങ്ങൾ പോട്ടെ. അകത്ത് വാ. വേണ്ട, നിനക്ക് സന്തോഷായില്ലേ? നീ സന്തോഷിക്ക്. നിന്റെ അനിയന്റെ ആത്മാവ് നിന്നെ ശപിക്കുന്നുണ്ടാവും. അവന്റെ ഏറ്റവും വലിയ മോഹമായിരുന്നു എന്റെ വിവാഹം. അവൻ സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുന്നുണ്ടാവും. ശരിയായിരിക്കും. അവനെ കൊക്കയിൽ തള്ളിയിട്ട് കൊന്ന ആള് തന്നെ പെങ്ങളുടെ ഭർത്താവുന്നത് കണ്ട് അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നുണ്ടാവും. നീ എന്താ പറഞ്ഞത്? തോമസ് കുട്ടിയെ കൊന്നത് അയാളാ. ഞാനെന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്റെ അമ്മയാണ് സത്യം. കർത്താവേ, നിന്റെ കാര്യം കടുപ്പം തന്നെ. ഇനി ആദ്യ രാത്രി ഏറുമാടത്തിന്റെ മുകളിലാക്കോ? പുലിയുടെ കഥ കഴിഞ്ഞിട്ട് മതിയച്ചോ ആദ്യ രാത്രിയൊക്കെ. പെണ്ണ് കെട്ടാൻ സമയത്തിന് കിട്ടുവോ? വേഗം പോയി കുളിച്ച് പുതിയ കുപ്പായൊക്കെ ഇട്ട് വാടാ.
എന്താ അന്നമ്മ നീ ഇപ്പോ? എനിക്ക് കല്യാണം വേണ്ടച്ചോ. ഇയാൾ എന്റെ കഴുത്തി താലി കെട്ടിയ എന്റെ തോമസ് കുട്ടിയുടെ ആത്മാവ് എനിക്ക് മാപ്പ് തരില്ല. എന്ത് മണ്ടത്തരാ നീ പറയണേ? എന്റെ തോമസ് കുട്ടിയെ കൊന്നത് ഇയാളാണ്, ഈ ദുഷ്ടൻ. ആരാ പറഞ്ഞേ ഈ നുണ? ഞങ്ങളും അത് തന്നെ ചോദിച്ചോ. നുണയാണെങ്കി പറ, ഈ കുരിശ് സാക്ഷി നിർത്തി പറ, നിങ്ങളല്ലേ എന്റെ തോമസ് കുട്ടിയെ കൊന്നത്? പറ. ശരിയാ, ഞാനാ തോമസ് കുട്ടിയെ കൊന്നത്. പോലീസ് പറഞ്ഞു മറന്ന് വിളിച്ചോടി പോവില്ല. എന്താ എന്താണ് ഇണ്ടാ ഈശ്വര, അതിന് പേരിളകിയെന്നാ തോന്നണേ. എന്റെ റബ്ബേ, ബാറുണ്ണി അതിന്റെ അടുത്തേക്ക് അടിക്കുന്നത്, അത് കടിച്ചു. വാറുണ്ണി മാറ്, അടുക്കണ്ട. കാലിലെടുത്ത് എറിയണേ. തീരാൻ തളിയാ പിന്നെ പട്ടിനെ വെച്ച് പോയി കടിച്ച നാട്ടിൽ പട്ടികളെ പേനായെ കൊല്ലണ്ടോ? അതിങ്ങനെ തല്ലി ചേർത്താ കൊല്ല. നീ നിന്നെ ഒറ്റപ്പെടുത്തി അല്ലേ? ഒരിക്കൽ പ്രാന്തനായി കണ്ടവരെയും കടിച്ച് എന്റെ മോനെ അരഞ്ഞു നടക്കണ്ട. ഞാൻ ഒറ്റക്കായി പോയല്ലോടാ. ഇതാണ് നീ എന്നെ തടുത്തത് അല്ലേ?
നിന്റെ ശത്രു. നീ എന്റെ പൊന്നു മോനാണ് മിടുക്കൻ. അങ്ങനെ അച്ഛന്റെ മാത്രമാക്കണ്ട, പാറുണ്ണി നാട്ടുകാരുടെ മുഴുവനുവാ. എന്റെ പുന്നാര കട്ടേ. നീ അത് ചെയ്തു അല്ലേ? നന്നായി അച്ചോ, അല്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം കിട്ടില്ല. അന്നമ്മേ, അറിഞ്ഞോണ്ട് ചെയ്തതല്ല, മാപ്പ്. പോട്ടെ, ഇതിന്റെ ഇനിയും കാണാം. നീ ധൈര്യമായിട്ട് പോ. കൂടിപ്പോയ 4-5 വർഷം. ജീവനോട് കൈയും കാലും കെട്ടി നിനക്ക് തരാൻ പറ്റിയില്ല, എങ്കിലും സന്തോഷായില്ലേ? ഞാൻ അന്നക്കുട്ടി ചേച്ചിയോട് പറഞ്ഞത്. നന്നായി, അല്ലെങ്കിൽ കെട്ടിക്കഴിഞ്ഞിട്ടാണ് അറിയണമെങ്കിലോ. ഇപ്പൊ ഉള്ളിൽ ഒരു കരയുമില്ല. അച്ചോ, മറക്കൂല, മരിക്കുമ്പോഴും മറിഞ്ഞു ഓർക്കും. ശിക്ഷ കഴിഞ്ഞ വേറെങ്ങും പോകരുത്. കടവ് നീന്തി വരണതും നോക്കി ഞാനിവിടെ കാത്തിരിക്കും. വാക്കുതാ.